സിംഹാസനവാക്യം എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരായത്താണ് ആയത്തുൽ കുർസി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസിയെ കുറിച്ച് പറഞ്ഞത്, ആരെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, മരണമല്ലാതെ അവനെ സ്വർഗത്തിനെ തൊട്ട് തടയുന്നില്ല. സ്വർഗപ്രവേശത്തിന് അവൻ്റെ മുമ്പിൽ മരണം എന്നുള്ള ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. മരണപ്പെട്ടാൽ സ്വർഗം അവൻ ഉറപ്പാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ആയത്തുൽ കുർസി നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നതാണ്. ചെറുപ്പം മുതലേ നമ്മൾ കാണാതെ പഠിച്ചതാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് ചൊല്ലാൻ അറിയാം. പക്ഷെ അതിൻ്റെ വലിയ ശ്രേഷ്ഠതകളും വലിയ മഹത്വങ്ങളും, അത് എഴുതി സൂക്ഷിച്ചാൽ ലഭിക്കുന്ന അമൂല്യമായ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആയത്തുൽ കുർസി സിഹർ, ഐന്, ശൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് എത്രമേൽ പരിഹാരമാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയൂല. ആയത്തുൽ കുർസിയിൻ്റെ നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ അമൂല്യമായ ചില അമലുകളും ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഒരിക്കലും നഷ്ടമാകാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും അഭിവൃദ്ധിയും ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ആ അമലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ദുആ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വിളിച്ചു ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. പലരും സമയം പാലിക്കാതെ വിളിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ബുക്കിംഗ് കിട്ടാത്തതും കോൾ ചെയ്തിട്ട് ലഭിക്കാതിരിക്കുന്നതും. സമയം പാലിച്ച് കൃത്യമായി വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ 10 മണിക്ക് ബുക്കിംഗ് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഫോൺ വിളിച്ച് ഒരു 12, 1 മണി, 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് ബുക്കിംഗ് ഫുള്ളാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം വിളിക്കുമ്പോഴാണ് ലഭിക്കുക. കുറേ ആളുകൾ വിളിക്കുമ്പോൾ ബിസി കാണിക്കും. എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടും. ഒരു ദിവസം തന്നെ നമ്മൾ ചുരുങ്ങിയത് നന്നായിട്ട് ബുക്കിംഗ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണ് എടുത്തിട്ടാണല്ലോ ബുക്കിംഗ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഒരുപാട് തവണ വിളിച്ചാലാണ് ലഭിക്കുക എന്ന് അറിയിക്കണം. കുറേ ആളുകൾ വിളിക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക, ഇല്ലാത്തത് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ
ഇൻഷാല്ലാ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് വിശുദ്ധ തരണം. ഖുർആനിലെ നിശ്ചിത ആളുകൾ മാത്രമേ സൂറത്തുൽ എടുക്കുള്ളൂ എന്നുള്ളത് ബഖറ അറിയിക്കണം. 2-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് അതിവിശിഷ്ടമായ ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയത്തുൽ കുർസിയിനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. അത് പാരായണം ചെയ്യുന്നത് തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സഹായമാകുകയും ചെയ്യുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കണേ, ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ ജുസ്ഇലാണ് നിലകൊള്ളുന്നത് എന്നറിയുന്നവരുണ്ടെങ്കിൽ താഴെ എഴുതി അറിയിക്കുക. എല്ലാവരും അത് കാണാതെ പഠിക്കട്ടെ. നമ്മൾ എത്രാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ സൂക്തമാണ് ആയത്താണെന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു ചോദ്യം നിങ്ങളിലേക്ക് വിട്ടുതരികയാണ്. ഖുർആനിലെ ഏറ്റവും ശക്തവും സ്വാധീനവും അനുഗ്രഹീതവുമായ വാക്യങ്ങളിലൊന്നാണ് പരിശുദ്ധമായ ആയത്തുൽ കുർസിയും. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആയത്തുൽ കുർസിയും. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആയത്തുൽ കുർസി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതിയിട്ട് നെഞ്ചിലേക്ക് ഊതിയിട്ട് പ്രത്യേകം അതിൻ്റെ ഗുണങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിന്ന് പ്രധാനമായിട്ട് പറയുന്നത് ആയത്തുൽ കുർസി എഴുതിയിട്ട് സൂക്ഷിച്ചു വെച്ചാലുണ്ടാകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളും ഗുണങ്ങളും അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ വിഷയങ്ങളൊക്കെയുണ്ട്. അത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് ആയത്തുൽ കുർസിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്ത് പുറത്തു പോകുകയാണെങ്കിൽ എല്ലാ വശങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളെ നിയമിക്കും, മാലാഖമാരെ നിയമിക്കും. ആയത്തുൽ കുർസി പാരായണം ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, അപകട മരണങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ പുറത്തു പോകുമ്പോൾ പലപ്പോഴും അപകടങ്ങളിൽ സംഭവിക്കുമോ എന്ന് പേടിച്ചു പോകുന്നുണ്ട്. റോഡിൻ്റെ സൈഡിലൂടെ നമ്മുടെ മക്കളൊക്കെ നടന്നു പോകുമ്പോൾ റോട്ടിൽ വാഹനങ്ങൾ അധികരിച്ചിരിക്കുകയാണ്. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ കുട്ടികളുടെ കളി കാരണമായിട്ടോ അല്ലാതെയോ ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമായിട്ടോ ഒക്കെ എത്രയോ അപകടങ്ങൾ ഈ അടുത്ത് കുറേയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇത് കാരണമാകും. മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങുക എന്ന് പറയാൻ നമുക്ക് സമയാവശ്യം കൂടുതലില്ല. കുട്ടികളത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുട്ടികൾക്കും തന്നെ പാമ്പും അതേപോലെയുള്ള ഇഴജന്തുക്കൾ, പട്ടികൾ, നായ്കൾ ഇതൊക്കെ കടിക്കാതിരിക്കാനൊക്കെ ഒരു ഹിഫ്ലിനത് കാരണമാകും. മോനെ നീ ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ കുട്ടികളത് ചെയ്യും. ചെറിയ കുട്ടികളോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതങ്ങനെ ശീലിച്ച് വന്നാൽ അത് പ്രായമാകുമ്പോഴും അവരങ്ങനെ പഠിച്ച് അതിനനുസരിച്ച് ചെയ്തോളും. നമ്മളാണ് നമ്മുടെ കുട്ടികളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും എന്ന് മനസ്സിലാക്കുക. നമ്മൾ വളർത്തുന്നതിനനുസരിച്ചാണ് നമ്മുടെ മക്കൾ വളരുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്ത് ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ആ താമസിക്കുന്ന വീട്ടിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാവൽക്കാരനെ നിയോഗിക്കും. രാവിലെ വരെ ഒരു ശൈത്വാനും അവരുടെ അടുക്കിലേക്ക് പ്രവേശിക്കുകയില്ല. ആയത്തുൽ കുർസി ഉറങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുകയില്ല. എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവർ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വലിയ കാരണമാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലെത്തണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നിലയിൽ നിന്ന് ജീവിതത്തിൽ ഒരു വിജയം ലഭിക്കണം, ഫത്ഹ് ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ വുളൂ ചെയ്തതിൻ്റെ ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ചാലോ ദുനിയാവിൽ നമുക്ക് വലിയ ഖൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസിൻ്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എഴുതി സൂക്ഷിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു
ആയത്തുൽ കുർസി സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് അവരുടെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരേ ഒരു തടയുന്ന കാര്യം തടസ്സമായി നിൽക്കുന്നത്, അവരുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലെ തടസ്സമായി നിൽക്കുന്നത് മരണം മാത്രമാണ്. മരിക്കേണ്ട താമസം അവർ സ്വർഗത്തിലെത്തും എന്നുള്ളതാണ്. ആയത്തുൽ കുർസി അത് ഓതിയിട്ട് ബുദ്ധിശക്തി ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്താൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകും. അത് മെമ്മറി വീക്കായ ആളുകൾക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തുൽ കുർസി ഉൾക്കൊണ്ടിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കി മാറ്റിയെടുക്കരുത്. തീർച്ചയായും പിശാജ് നമ്മുടെ വീടുകളിലുണ്ടാകും. അത്തരം പിശാജിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടാൻ അൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്താൽ മതി. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളാൽ നമ്മുടെ വീട്ടിലുള്ള പിശാജ് അതിനെ പുറത്താക്കപ്പെടുന്നു. ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുമ്പോഴും എല്ലാ സമയങ്ങളിലും പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക, ആയത്തുൽ കുർസി പോലെയുള്ള ശ്രേഷ്ഠതയുള്ള ആയത്തുകളുമായി ബന്ധപ്പെടുക. ഒരുപാട് നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസി അത് എഴുതി സൂക്ഷിച്ചാലുള്ള ദിവ്യ മഹത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുൽ കുർസി അത് 170 അക്ഷരങ്ങളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. 170 അക്ഷരങ്ങൾ. ആ 170 അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച്, അഥവാ 170 പ്രാവശ്യം ഒറ്റ അക്ഷരത്തിൽ എഴുതി ചുമന്നാൽ ഏതു കാര്യവും വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും. ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആയത്തുൽ കുർസിയിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അത് കൃത്യമായിട്ട് അത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അത് ചുമന്ന് നടക്കുകയാണെങ്കിൽ അവൻ്റെ ഏതുദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആയത്തുൽ കുർസിയിൽ 50 വേർഡ്സാണുള്ളത്. 50 വേർഡ്സ്, 50 പദങ്ങൾ. അപ്പോൾ 50 പ്രാവശ്യം അത് എഴുതി സൂക്ഷിച്ചാൽ ശത്രുക്കൾ, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നുള്ള ശത്രുക്കളുണ്ടോ, ഇന്ന് ആയത്തുൽ കുർസി എഴുതി സൂക്ഷിച്ചാലുള്ള നേട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ മുമ്പ് ആയത്തുൽ കുർസീൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു ബറക്കത്തിന് വേണ്ടി കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ആയത്തുൽ കുർസി എഴുതി, അത് പ്രത്യേകം എഴുതി ഇങ്ങനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് എഴുതി സൂക്ഷിച്ചാലുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. ഇതിൻ്റെ വേർഡ്സ്, വാക്കുകൾ, അത് 50 എണ്ണമാണ്. 50 വാക്കുകളുടെ ആ ഒരു അതനുസരിച്ച് നമ്മളത് എഴുതുകയാണെങ്കിൽ, അത് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ശത്രുക്കൾ തകരും എന്നുള്ളതാണ്. അഅദാഇങ്ങളുടെ, ശത്രുക്കളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ ശത്രുക്കളുടെ ചതിയും വഞ്ചനയും നിറഞ്ഞ ദുഷ്പ്രവർത്തി കാരണം, അവരുടെ ചില പ്രയോഗങ്ങൾ കാരണം, വാക്കുകൾ കാരണം നമ്മൾ വല്ലാതെ തളർന്നു പോകുന്നു. നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് കൃത്യമായി ചെയ്താൽ മതി. അസൂയക്കാർക്കൊന്നും അടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് എഴുതിയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്നേഹം ലഭിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹം ലഭിക്കാനും ഇണക്കവും ഐക്യവും ഉണ്ടാവാനൊക്കെ അത് കാരണമാകുമെന്നുള്ളതാണ്. സംശയമില്ലാതെ വിശ്വാസത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫലമൊക്കെ നമുക്ക് ലഭിക്കുക. ഇതൊരു പാത്രത്തിൽ, നല്ല ശുദ്ധമായ പാത്രത്തിൽ കുങ്കുമം, പനിനീർ, കസ്തൂരി എന്നിവ കൊണ്ടൊക്കെ കൃത്യമായിട്ട് ഒറ്റ അക്ഷരത്തിൽ എഴുതിയിട്ട് 50 ദിവസം അത് കുടിച്ചാൽ അവൻ്റെ ഒരുപാട് രോഗങ്ങൾ ശിഫയാകാൻ അത് കാരണമാകും. ഒരുപാട് രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകും. അതെപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്താണ് പ്രത്യേകമായിട്ട് കുടിക്കേണ്ടത്. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രൂപത്തിലുള്ള അമലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പ്രത്യേക ഇൽമ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്ക് അത്തരം ഇൽമ് ലഭിക്കണം, അതിനെക്കുറിച്ച് അറിവ് ലഭിക്കണം, എന്നൊരു പ്രത്യേക കാര്യം ഓൻക്ക് അറിയണം എന്നാഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൽമ് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ഒരു അമല് ചെയ്താൽ അത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ട? ആയത്തുൽ കുർസിയെ ഈ പറയുന്നത് പോലെ ഒരു നോമ്പെടുത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എന്താ ആയത്തുൽ കുർസിയിൻ്റെ ഒരു മഹത്വമാണ്. ആയത്തുൽ കുർസി നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് വൃത്തിയിൽ, ശുദ്ധിയിൽ, വിശുദ്ധ ഖുർആനാണല്ലോ, ആ ഖുർആനിൻ്റെ പവിത്രതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദരവോടുകൂടെയാണ് അത് ചെയ്യേണ്ടത്. ഇത് മുമ്പൊരാൾ ഇത് സംശയിച്ചുകൊണ്ട് ചെയ്തു നോക്കി, ഇതിന് ഫലം കിട്ടൂലേ, സംശയിച്ചുകൊണ്ട് ഒരാൾ ചെയ്തു നോക്കിയപ്പോൾ അയാൾക്കും ഫലം കിട്ടി. അതുകൊണ്ട് ഇത് കൂടുതൽ ഫലം ലഭിക്കുമെന്നൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ മതി. ആയത്തുൽ കുർസി വലത് കൈവെള്ളയിൽ കുങ്കുമം കൊണ്ട് എഴുതി അത് 7 വട്ടം എഴുതിയിട്ട് അത് മുഴുവന് ഇങ്ങനെ വടിച്ചെടുത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഷിഫയാകാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഒരു പാത്രത്തിൽ അത് കൃത്യമായിട്ട് ആയത്തുൽ കുർസിയെ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക. ഒറ്റ തവണ എഴുതിയാൽ മതി. അങ്ങനെ ഒറ്റ തവണ എഴുതിയിട്ട് അതിൽ മുഴുവന് തേന് കൊണ്ട് അത് മുഴുവനാക്കിയിട്ട് ആ തേന് നാക്ക് കൊണ്ടത് നക്കിയെടുത്ത് അതങ്ങനെ കുടിക്കുകയാണെങ്കിൽ അവിടെ അവർ പിന്നെ പഠിച്ചതൊന്നും മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പഠിച്ചതൊക്കെ കൃത്യമായിട്ട് അവൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ അത് കാരണമാകുന്നതാണ്. ആയത്തുൽ കുർസി എഴുതിയിട്ട് മയ്യത്തിൻ്റെ കൂടെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ ശിക്ഷയുണ്ടാകില്ല, വളരെ ദയയോടുകൂടെയായിരിക്കും മലക്കുകളുടെ ചോദ്യങ്ങൾ എന്നൊക്കെ ചില കിതാബുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആയത്തുൽ കുർസിയെ എഴുതി സൂക്ഷിക്കുന്നതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ ഖുർആനിലെ ആയത്തുകളൊക്കെ എങ്ങനെ മയ്യത്തുമായി ബന്ധപ്പെട്ട് കഫംപുടയിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊക്കെ എഴുതാൻ പറ്റില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് ചില മഹാന്മാരൊക്കെ അങ്ങനെ എഴുതാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം അമൂല്യമായ ചില അറിവുകളൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിലൊക്കെ ആരോടെങ്കിലുമൊക്കെ ചെയ്തു തരാനും, നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. വലിയൊരു ഗുണമല്ലേ അത്? ഖബറിൻ്റെ അദാബ് എന്ന് പറഞ്ഞാൽ ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകളുടെ ചോദ്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മുമ്പേ വലിയ രൂപത്തിൽ അറിവുള്ളതാണ്. അവരുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ആ മലക്കുകളുടെ രൂപം എന്നുള്ളതും ഏത് രൂപത്തിലാണ് അവരുടെ ശിക്ഷാ നടപടികളൊക്കെ നമുക്കറിയാം. അള്ളാഹു ഖബറിൻ്റെ അദാബിനെ തൊട്ട് സാധുക്കളായ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അത്ഭുത ഫലങ്ങളും രഹസ്യങ്ങളും ആയത്തുൽ കുർസിയിൻ്റേത് പറഞ്ഞാൽ അത് തീരൂല. അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ മക്കളിലെ, നമ്മുടെ കുട്ടികളിലെ, വിദ്യാർത്ഥികളിലെ, നാമുമായി ബന്ധപ്പെട്ടവരിലൊക്കെ വലിയ ഹിഫ്ള്, സുരക്ഷിതത്വം ലഭിക്കാൻ, അതേപോലെ തന്നെ സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാവാൻ, കച്ചവടങ്ങളിലെ, ബിസിനസ്സിലെ, നമ്മൾ ചെയ്യുന്ന വീട്ടിലിരുന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളിൽ ഇതിലൊക്കെ വലിയ ബറക്കത്തും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ ആയത്തുൽ കുർസി കൊണ്ട് സാധ്യമാകുന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറേ ക്യാഷ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിലല്ല, നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി അതാഗ്രഹിച്ച് മനസ്സറിഞ്ഞ് ചെയ്യുക. ആ ചെയ്യുന്നതോടുകൂടെ അതിൽ ബറക്കത്ത് ഉണ്ടാവുക. ബറക്കത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറഞ്ഞ ശമ്പളമാണെങ്കിലും കുറഞ്ഞ വരുമാനമാണെങ്കിലും അതുകൊണ്ട് നമുക്ക് സന്തോഷം നേടിയെടുക്കാൻ പറ്റും. നമുക്ക് സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സമാധാനം. സമാധാനവും സന്തോഷമൊക്കെ നേടിയെടുക്കൽ, അത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകുമ്പോഴാണ്. ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ, ബറക്കത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം അനുഭവങ്ങളാണ്. ഒരുപാട് നമ്മുടെ ഹസ്ബൻഡിന്
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യമാർക്ക്, ഇത് കേൾക്കുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾ, ഇത് കേൾക്കുന്നവരുണ്ട്, നിങ്ങൾക്കൊക്കെ സമ്പത്ത് നല്ലോണം ഉണ്ടാകും, സമാധാനം ഉണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒന്നുകിലും അത് ജീവിതത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ടാകും. നമ്മളുടെ അടുക്കൽ പല കേസുകൾ എത്താറുണ്ട്, പറഞ്ഞതനുസരിക്കുന്നില്ല, ലഹരിക്കടിമപ്പെട്ടിട്ട് കേസുകളിലൊക്കെ പെട്ട് ഒരു 4-5 കൊല്ലം മോനെ കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നവർ. ഒന്നുകിലോ ഭാര്യയുമായി ബന്ധപ്പെട്ട പരീക്ഷണമുണ്ടാകും, ഭർത്താവുമായി ബന്ധപ്പെട്ട പരീക്ഷണമുണ്ടാകും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ബറക്കത്ത് നഷ്ടപ്പെടുമ്പോഴാണ് വരുന്നത്. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ആ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട് ആ ബറക്കത്ത് ലഭിക്കുന്നതിലൂടെ. ആ ബറക്കത്ത് തിരിച്ചു ലഭിച്ചാൽ, ആ തിരിച്ചു ലഭിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാവുക. അവിടെ ചിലപ്പോൾ മാസത്തിൽ നമുക്ക് 10,000 രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. എന്നാലും ബറക്കത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സമാധാനത്തോടു കൂടെ ഉറങ്ങാൻ സാധിക്കുന്നുള്ളതാണ്. ആയത്തുൽ കുർസി മാറോട്ടിൽ എഴുതിയിട്ട് അത് ചരക്കുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മോഷണം ഉണ്ടാകില്ല, അവിടെ വേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല, ആ ചരക്കുകൾ കേടുവരില്ല. അത് വളരെ റാഹത്തോടു കൂടെ അത് വിറ്റുപോകാനും എങ്ങനെയാണോ അതിൻ്റെ ഹൈർ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ആ രൂപത്തിൽ വരാനും അത് കാരണമാകും എന്നുള്ളതാണ്. ആയത്തുൽ കുർസി പുതിയ വീടുകളൊക്കെ ഇനാഗുറേഷൻ ചെയ്യുമ്പോൾ, ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മുൻഭാഗങ്ങളിലൊക്കെ ആയത്തുൽ കുർസീൻ്റെ നല്ല കാലിഗ്രഫിയോ അല്ലെങ്കിൽ അത് വൃത്തിയിൽ എഴുതിയതൊക്കെ വെക്കാറുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ വെച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആയത്തുൽ കുർസീന് അത്രയും വലിയ ശ്രേഷ്ഠത ഉള്ളതല്ലേ. അപ്പോൾ ആയത്തുൽ കുർസി അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബറക്കത്ത് ലഭിക്കണമെന്ന് ഉദ്ദേശമുള്ള അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ ഒക്കെ ആയിട്ട് വാതിലിൻ്റെ മുകളിലോ ഉമ്മറപ്പടിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ബറക്കത്തുണ്ടാകും, അവിടെ ആഫത്ത് മുസീബത്തുകൾ ഉണ്ടാവില്ല. നമ്മൾ വീടുണ്ടാക്കുമ്പോഴും വീടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ബറക്കത്താണ് വേണ്ടതെന്ന് ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ കാരണമാകും. ഇന്ന് വീടുകളിൽ നിന്നൊക്കെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണം എന്താ? ഞാനിത് പറയുമ്പോൾ ആരും വിഷമമൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മക്കളും നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ റൂമുകളിലാണ് ഒരു സമയം കഴിഞ്ഞാൽ. പിന്നെ നമ്മളെല്ലാവരും പിന്നെ ഫോണിലാണല്ലേ. ഈ ഫോണിൽ എന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലരത് നല്ലതിന് മാത്രം ഉപയോഗിക്കും. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നല്ലതിന് മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ആകാം, അങ്ങനെയുള്ള വീടുകളുണ്ടാകാം. പക്ഷെ ഭൂരിഭാഗവും തിരിച്ചായിരിക്കും. ആവശ്യമില്ലാത്തതും അനാവശ്യമായതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കൊരു പുതിയ പുര ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെ അനാവശ്യമായത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ റൂമിൽ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വീട്ടിലാണെങ്കിലോ പേരിനൊരു ആയത്തുൽ കുർസി പോലും ഉണ്ടാവില്ല, ഒരു മാഷാ അല്ലാ പോലും എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ. ഒരു അസ്മാഉൽ ബദറിൻ്റെ ഇസ്മുകൾ, ബദറിൽ പങ്കെടുത്ത ബദറിൽ ഷഹീദായ ബദരീങ്ങൾ എന്ന് പറയപ്പെടുന്ന അവരുടെ നാമങ്ങൾ എഴുതിയ ഒരു പേപ്പർ പോലും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ബറക്കത്തന്നെ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമുക്കൊരു വിശ്വാസധാരയുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ നഫീസത്ത് മാല പാടിയിരുന്നു, ഉമ്മമാർ യാസീൻ ഓതിയിരുന്നു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തിരുന്നു. ഇങ്ങനെ ആത്മീയമായ അന്തരീക്ഷത്തിലൂടെയായിരുന്നു പോയിരുന്നത്. പുതിയ കാലത്ത് അങ്ങനെയുള്ള പുതിയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഈ സമയം അനാവശ്യമായി ചിലവഴിക്കുമ്പോഴും ഈ ഒരു ആയത്തുൽ കുർസി പോലെയുള്ള, മാഷാ അല്ലാ പോലെയുള്ള, അസ്മാഉൽ ബദർ പോലെയുള്ള വിഷയങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു ബറക്കത്ത് നമ്മുടെ വീട്ടിലുണ്ടാകാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചുരുങ്ങിയത് ആയത്തുൽ കുർസി എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവണം. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ, ആയത്തുൽ കുർസി ഉൾപ്പെടെയുള്ളത്. അപ്പോൾ വയറിൽ അസുഖമുള്ള ഒരാൾ അവർ ഒരു പ്രയാസം പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ആയത്തുൽ കുർസി എഴുതിയിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാറി എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആയത്തുൽ കുർസി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ, ഇത്തരം രോഗങ്ങൾക്കൊക്കെ ആയത്തുൽ കുർസി ഒരു പരിഹാരമാണ്.
ഏത് രോഗങ്ങളാവട്ടെ, ഏത് വേദനകളാവട്ടെ, എത്ര വലിയ ദുരിതങ്ങൾ പിടിച്ച രോഗമാണെങ്കിലും, ഇപ്പോൾ SMA പോലെയുള്ള രോഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ, ഒരു ഇഞ്ചക്ഷന് മാത്രം തന്നെ 35 കോടി രൂപയാണ്. ആ 35 കോടി രൂപയുടെ ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാലാണ് അവർക്ക് ആ രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കുക. അത് ഇന്ത്യയിലൊന്നുമില്ല, അത് അമേരിക്കയിൽ നിന്ന് വരുത്തണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം അത്തരം വലിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ ആത്മീയമായിട്ട് ഇത്തരം പരിഹാരങ്ങളും കൂടെ ചെയ്തു വെക്കുക. ഏത് വലിയ രോഗമാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആയത്തുൽ കുർസിയെ ഒരു പാത്രമെടുത്ത് ആ പാത്രത്തിൽ കസ്തൂരിയിലോ കുങ്കുമത്തിലോ പനിനീരിലോ ഒക്കെ അതിങ്ങനെ ഒരു 3 തവണ എഴുതുക. കസ്തൂരി കൊണ്ട് എഴുതുക, കുങ്കുമം കൊണ്ട് എഴുതുക, പനിനീർ കൊണ്ട് എഴുതുക. അങ്ങനെ എഴുതിയിട്ട് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ അവസാനം വരെയും എഴുതുക. പിന്നെ അങ്ങനെ എഴുതി അത് പ്രത്യേകമായിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് രോഗം ഷിഫയാകണം എന്ന ഉദ്ദേശത്തോടു കൂടെ അത് മായ്ച്ച് കുടിക്കുക. ആ സമയത്ത് നമ്മളെ വീട്ടിൽ നല്ല ബുഖൂറൊക്കെ പുകയ്ക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതു രോഗവും മാറും എന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്തു നോക്കുക. എല്ലാത്തിനുമുപരി ഇത് കേൾക്കുന്നവരോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഹദീസാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി അഖിബ കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി വല്ല ഒരുത്തനും പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്യമൂത്ത്, മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിനൊന്നും തടസ്സമാകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് അവിടെ ദിക്റുകളൊക്കെ ചൊല്ലി അതിൻ്റെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി വളരെ വൃത്തിക്ക് ചൊല്ലാൻ വേണ്ടി പഠിക്കുക. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസീനൊരു പ്രത്യേക കളമൊക്കെ ഉണ്ട് കേട്ടോ. ആ കളമൊക്കെ പ്രത്യേകമായിട്ട് വരച്ച് അതൊക്കെ സൂക്ഷിച്ചാൽ കൂടുതൽ ഫലമുണ്ടാകും. ആ കളം ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി ഉൾപ്പെടെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ നിരവധി അമലുകൾ നാം പലതവണ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെക്കുന്നവരും ഇതുകൊണ്ട് അമല് ചെയ്യുന്നവരുമായ നിരവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവർ ചെയ്യുന്ന അമലുകളിൽ നല്ല റിസൾട്ട് നൽകി, നല്ല റാഹത്ത് നൽകി, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരു ചോദ്യം ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ താഴെ അത് എഴുതി അറിയിക്കുന്നറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോയിൽ നിങ്ങളും കൂടെ പങ്കാളിയാവുകയാണല്ലോ അല്ലേ. നമ്മളൊരു കാര്യം ചോദിച്ചതിന് മറുപടി പറയുമ്പോൾ നിങ്ങളും കൂടെ അതിൽ സജീവമാവാണ്. അത് ഇടങ്ങറുള്ള ചോദ്യം എന്നല്ല, നമുക്കൊക്കെ അറിയാവുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ആയത്തുൽ കുർസി കാണാതെ പഠിക്കുക, അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതേതു പ്രതിസന്ധികളിൽ നിന്നും സലാമത്താക്കാൻ അത് പ്രത്യേകമായിട്ട് കരുതുക. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ആയത്തുൽ കുർസി നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അത് ഓതിയിട്ട് അവരോട് പുറത്തിറങ്ങാൻ വേണ്ടി പറയാം. ഇത് അനുഭവിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക്. പലരും അപകടങ്ങളിലൊക്കെ പെടുമ്പോൾ നമ്മുടെ മക്കൾ തലനാരിഴക്ക് രക്ഷപ്പെടുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. എൻ്റെ മോളങ്ങനെ രക്ഷപ്പെട്ടത്, എൻ്റെ മോൾ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ മോനങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അനുഭവിച്ചറിയാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ, രക്ഷ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.